ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്ന അതിഗംഭീരമായൊരു അപ്ഡേറ്റാണ്. നമ്മുടെ സ്വന്തം നിവിൻ പോളിയുടെ 150 കോടിയുടെ മൂവിയായി മാറാൻ പോവുകയാണ് സർവം മായ. ഈ മുതൽ കഴിഞ്ഞൊരു 10 വർഷം മുമ്പ് ഈ സാധനം അടിക്കേണ്ടതായിരുന്നു. പക്ഷേ 10 വർഷങ്ങൾക്ക് ശേഷമാണ് ഇദ്ദേഹം ഈ 150 കോടിയുടെ അടുത്തേക്ക് എത്തുന്നത്. കാരണം പ്രേമം ഇറങ്ങിയ ഒരു സമയത്ത് അങ്ങനെയായിരുന്നു. എന്തായാലും നിവിൻ്റെ ഒരു അതിഗംഭീരം എന്ന് പറഞ്ഞപ്പോൾ ഒരു അൾട്ടിമേറ്റ് തിരിച്ചു വരുമെന്ന് പറയാനാണ് എനിക്ക് തോന്നുന്നത്. കാരണം നിവിൻ എന്ന വ്യക്തി വീണ്ടും മലയാള ഇൻഡസ്ട്രിയിൽ കൊടികുത്തി വാഴാൻ പോവുകയാണ്. കാരണം വാഴ്ന്നുകൊണ്ടിരിക്കുകയാണ് ഇനി മുതൽ എന്ന് പറയേണ്ടി വരും. കാരണം ഇനി അടുത്ത അദ്ദേഹത്തിൻ്റെ ഒരു ബേബി ഗേൾ ഒരു മൂവിയും കൂടി വരാൻ പോകുന്നുണ്ട്. എന്തായാലും എല്ലാം ഓക്കെ ആണെങ്കിൽ, നിവിൻ്റെ സമയം നല്ലതാണെങ്കിൽ അതും ഹിറ്റാവും. കാരണം OTTയിൽ ഹിറ്റായി നമ്മുടെ ഫാമ എന്നൊരു വെബ് സീരീസ് അൾട്ടിമേറ്റ് ലെവലിലൊരു എന്താ പറയുക അറ്റൻഷൻ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും സിനിമയും OTTയും സീരീസ് എല്ലാം കൂടി ചേർന്ന് അതിഗംഭീരമായൊരു വർഷത്തിന് തുറക്കിടാൻ നിവിന് കഴിഞ്ഞു. എന്തായാലും സൂപ്പർ. എന്തായാലും ഇനിയും ഇതുപോലുള്ള നല്ല 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 സിനിമകൾക്കായി നമ്മൾ കാത്തിരിക്കുകയാണ്. നിവിൻ്റെ 150ാമത്തെ കോടിയിലേക്ക് കടക്കാൻ ഇനി അധിക ദിവസങ്ങളില്ല. കാരണം അത്ര ഗംഭീരമായിട്ടുള്ളൊരു റിവ്യൂസാണ് ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ആ തിയേറ്ററിലെല്ലാം തന്നെ നിവിൻ്റെ ആ പഴയൊരു പെർഫോമൻസ് കാണുന്ന ആളുകളുടെ കുത്തൊഴുക്കെന്ന് പറഞ്ഞാലും ചിലപ്പോൾ അതിലൊരു വലിയ മോശപ്പെട്ട വാക്കായി തോന്നുന്നില്ല. അത് ഗംഭീരമായൊരു മൂവിയാണ്. കാരണം ഞാനും കണ്ടതാണ് ആ സമയത്ത്. നല്ല സിനിമയാണ്. കാരണം ഇപ്പോഴും ഈ അടുത്ത കാലത്തും കൂടി ഒന്നുകൂടി കാണാൻ പോയപ്പോഴും അത്യാവശ്യം എല്ലാ തിയേറ്ററിലും തന്നെ ഞാൻ പോയ തിയേറ്ററിലെല്ലാം തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. കാരണം ആർത്തുല്ലസിച്ച് നമുക്കിനെ എല്ലാം മറന്ന് ചിരിക്കാൻ വളരെ ഫ്രഷായിട്ടുള്ള കോമഡി, വളരെ ഫ്രഷായിട്ടുള്ള സബ്ജക്റ്റ്, വളരെ ഗംഭീരമായിട്ട് അതാണ് ഇതിൽ നായകൻ, ഡയറക്ടർ, കോമഡിയൻ എന്ന് പറയുന്നൊരു കോമ്പിനേഷൻ ഉണ്ടല്ലോ, അത് കിടുവാണ്. പിന്നെ ഈ സിനിമയിൽ തന്നെ വേറൊരു പ്രത്യേകത ഞാൻ മനസ്സിലാക്കുന്നത് 7 ഡയറക്ടേഴ്സ് ഒന്നിച്ചൊരു സിനിമ കൂടിയാണിത്. ആ 7 ഡയറക്ടേഴ്സിൽ അഭിനേതാക്കളായി മാറി എന്നാണ് പറയുന്നത്. എന്തായാലും സിനിമ കിടുകിടുക്കാച്ചിയാണ്. എന്തായാലും 150 കോടിയൊക്കെ അടിച്ച് മലയാള ഇൻഡസ്ട്രീൻ്റെ വേറൊരു പൊൻതൂവലിലേക്ക് ഇദ്ദേഹത്തിൻ്റെ കൈയും കൂടി വരുമ്പോൾ സിനിമ ഒന്നുകൂടി വലുതാവട്ടെ. കാരണം ഒരാൾ മാത്രം ഇല്ലെങ്കിൽ കുറച്ച് പേര് മാത്രം സിനിമ ഹിറ്റ് അടിച്ചിട്ട് കാര്യമല്ലോ. എന്നാലും നിവിൻ്റെ സമയം എന്തായാലും നല്ലതാണെന്ന് ഇതോടുകൂടി തീർപ്പായിരിക്കുകയാണ്. എന്തായാലും നിവിൻ ഇനി മലയാളക്കാരിൽ അരങ്ങ് തകർത്ത് വാഴുന്നു എന്ന് പറയുന്നതിൽ യാതൊരുവിധ സംശയം ഉണ്ടാവില്ല. അത് ഗംഭീരമായി തന്നെ അദ്ദേഹം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഇനിയും ഇതുപോലുള്ള എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ബൈ ബൈ ഗൈസ്, താങ്ക് യു.